അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള സുന്നി ചരിത്രത്തിൽ മാറ്റത്തിൻ്റെ ഇതിഹാസം രചിച്ച മാസമാണ് ഏപ്രിൽ മാസം. പുരോഗതിയുടെ ഉത്തുംഗതിയിലേക്ക് ഓടിക്കയറാൻ കാരണമായ നിരവധി സംഭവങ്ങളും കാര്യങ്ങളുമാണ് ഏപ്രിൽ മാസം ഉണ്ടായത്. സംഘടനാപരമായും സ്ഥാപനപരമായും സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും സമ്മേളനങ്ങളും മറ്റുമായി ഏപ്രിൽ മാസത്തിൽ ഉണ്ടായത് അനവധി നിരവധിയാണ്. അതിനേക്കാൾ ഏറ്റവും നമ്മൾ സ്മരിക്കേണ്ടത് ഏപ്രിൽ മാസത്തിൽ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏപ്രിൽ മാസത്തിലാണ് ഭൂജാതനായത്. ക്രിസ്താബ്ദം 571. ഈ ഏപ്രിൽ മാസത്തിലാണ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ രൂപീകരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമസ്തയുടെ താനൂരിൽ വെച്ച് നടന്ന 20ാം വാർഷിക സമ്മേളനത്തിൽ വെച്ചാണ് സുന്നി യുവജന സംഘം രൂപീകൃതമാകുന്നത്. 1954 ഏപ്രിൽ 25. ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് സുന്നി വിദ്യാർത്ഥി സംഘടന SSF. അതിന്റെ രൂപീകരണം എന്നാണ്. അത് 1973 ഏപ്രിൽ 29 പട്ടിക്കാട് ജാമിയ നൂരിയയിൽ വെച്ചാണ്. SYSന്റെയും SSFന്റെയും പിറവി ഏപ്രിൽ മാസത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ SYSന്റെ 40ാം വാർഷിക മഹാസമ്മേളനം മലപ്പുറത്ത് വെച്ച് നടന്ന് അത് ഏപ്രിൽ മാസത്തിൽ തന്നെ. SYSന്റെ ഗോൾഡൻ ജൂബിലി കോഴിക്കോട് കടപ്പുറത്തെ ജനസാഗരമാക്കിയ സമ്മേളനം അത് 2004 ഏപ്രിൽ 18 കോഴിക്കോട് സമാപിച്ചു. അതും ഏപ്രിൽ തന്നെ. SSFന്റെ 40ാം വാർഷിക മഹാസമ്മേളനം എറണാകുളത്തെ പിടിച്ചുകുലുക്കിയ സമ്മേളനം അത് ഏപ്രിൽ മാസത്തിലാണ് ഉണ്ടായത്. 2013 ഏപ്രിൽ 28. ഇത് മാത്രമാണോ? അല്ല. SSFന്റെ 50ാം വാർഷിക മഹാസമ്മേളനം കണ്ണൂരിൽ വെച്ച് നടന്നു. 2023 ഏപ്രിൽ മാസം 28-ാം തീയതി. ഇങ്ങനെ എത്രയെത്ര പ്രാസ്ഥാനിക സമ്മേളനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ വലിയ വലിയ സമ്മേളനങ്ങളാണ്. ചെറിയതായ പ്രാസ്ഥാനിക സമ്മേളനങ്ങളും വാർഷികങ്ങളും അനവധി ഉണ്ടായിട്ടുണ്ട്. വീണ്ടും പറയുന്നു, മാത്രമാണോ? ഇതിൽ മാത്രമാണോ നിൽക്കുന്നത്? അല്ല. ജാമിയ സാദിയ കാസർഗോഡ് കേന്ദ്രീകരിച്ചുള്ള സുന്നികളുടെ ഏറ്റവും വലിയ സ്ഥാപനം. ഇതിന് തറക്കല്ലിട്ടത് 1971 ഏപ്രിൽ മാസത്തിലാണ്. കല്ലട്ര മുഹമ്മദ് ഹാജി മഹാനവറുകളാണല്ലോ അതിന് തുടക്കം. അതിന്റെ വായനി, ഇതിന്റെ നിർമ്മാതാവ് അദ്ദേഹമാണല്ലോ. അതുപോലെ തന്നെ സുന്നി പ്രസ്ഥാനത്തിന്റെ എല്ലാ നിലക്കുമുള്ള ആശാ കേന്ദ്രം അല്ല, സ്ഥാപനങ്ങളുടെ വഴികാട്ടി, എല്ലാവരുടെയും സുന്നി പ്രസ്ഥാനത്തിന്റെയും നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും അത്താണിയായ സ്ഥാപനം, മാതാവായ സ്ഥാപനം ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയ. അതിന് ശിലയിട്ടതെന്നാണ് 1978
ഏപ്രിൽ 18. ആരാ ശിലയിട്ടത്? മഹാപണ്ഡിതൻ, ലോകപ്രശസ്ത പണ്ഡിതൻ സയ്യിദ് അലവി മാലിക്കി മഹാനവറുകളാണ്. SYSന്റെ വാർഷിക സമ്മേളനം കോഴിക്കോട് നടക്കുമ്പോഴാണ് മർക്കസിന് ശീലയിട്ടത്. അതും ഏപ്രിൽ മാസത്തിൽ തന്നെയാണ്. ഈ മഹാപണ്ഡിതനായ മാലിക്കി, സയ്യിദ് അലവി മാലിക്കി അവർ SYSന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിൽ കോഴിക്കോട് പങ്കെടുത്തു. അതും ഏപ്രിൽ മാസത്തിൽ തന്നെയാണെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ നെടും തൂണായി പ്രവർത്തിക്കുന്ന സിറാജ് ദിനപത്രം, ഇത് പ്രകാശിതമായത് 1984 ഏപ്രിൽ 24-നാണ്. നമ്മൾ മനസ്സിലാക്കണം, ആരുടെ കരങ്ങളാലാണ് ഇത് പ്രകാശിതമായത്? സമസ്തയുടെ പ്രമുഖനായ നേതാവ്, പണ്ഡിതൻ, ബഹുവന്യരായ മർഹൂം കോട്ടുമല പി അബൂബക്കർ മുസ്ലിയാരുടെ കരങ്ങളാൽ അത് പ്രകാശിതമായി. ആ പ്രകാശിത സമ്മേളനത്തിന് അധ്യക്ഷനാരായിരുന്നു ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ ഏപ്രിൽ മാസത്തിൽ പ്രസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നടന്നു. പ്രസ്ഥാനത്തിന്റെ കരുത്തും ശക്തിയും വിളിച്ചോതിക്കൊണ്ടാണ് ആദരണീയരായ പണ്ഡിതൻ, ലോകം അറിയപ്പെടുന്ന പണ്ഡിതൻ, കാന്തപുരം ഉസ്താദിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ കാന്തപുരത്തിന്റെ കേരള യാത്ര എന്ന പേരിൽ അറിയപ്പെടുന്ന കേരള യാത്ര, അത് ഏപ്രിൽ മാസത്തിൽ തന്നെയാണ്. ഏപ്രിൽ 12-ന് 2012 ഏപ്രിൽ 12-ന് കാസർഗോഡ് നിന്ന് തുടങ്ങി ഏപ്രിൽ 28-ന് കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ അനന്തപുരിയിൽ അത് സമാപിച്ചപ്പോൾ ലക്ഷോപലക്ഷം ജനങ്ങളിലേക്കാണ് പ്രസ്ഥാനത്തിന്റെ കരുത്തും പ്രസ്ഥാനത്തിന്റെ സന്ദേശവും എത്തിച്ചു കൊടുക്കാൻ സാധിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ എത്രയെത്ര സമ്മേളനങ്ങളും വാർഷികങ്ങളുമാണ് ഏപ്രിൽ മാസത്തിൽ നടന്നത്, ഇനി നടക്കാനിരിക്കുന്നത്. അറിയുന്നത് മാത്രം ഇവിടെ ഞാൻ പങ്കുവെച്ചു. നിങ്ങൾക്കറിയുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കമന്റായിട്ട് തന്നുകൊണ്ട് സഹകരിക്കണമെന്ന്, മറ്റുള്ളവർക്ക് അതിൻ്റെ അറിവുകൾ കൈമാറണമെന്നും അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.